കഥ തുടരുന്നു. ഞാനും എൻ്റെ ചങ്ങാതിയും തിമ്മീങ്കലം കാണാൻ വന്നതാണ്. നല്ല ഉറക്കക്ഷീണമായിരുന്നതിനാൽ ഇവൻ ഉറങ്ങിപ്പോയി. ഇവൻ ഉണരുന്നതും കാത്തിരിക്കുകയാണ് ഞാൻ. കുഞ്ഞൂട്ടൻ വിക്കി വിക്കി പറഞ്ഞു. അവൻ്റെ പരിഭ്രമം നീതിപാലകനിൽ സംശയം ജനിപ്പിച്ചു. അയാൾ കുനിഞ്ഞു തെമ്മാടി ചെറുക്കൻ്റെ മൂക്കിനടുത്ത് വിരൽ പിടിച്ചു. പിന്നെ അവൻ്റെ കൈ പിടിച്ചു പൊക്കി. അതോടെ അയാൾക്ക് സംഗതി പിടികിട്ടി. അതു ശരിയാണ്, നീ എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലോ. എട്ടും പൊട്ടും തിരിയാത്ത ഈ കുട്ടിയെ കൊന്നിട്ട് നീ ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിക്കുകയാണ്. ഇനി നിനക്ക് രക്ഷയില്ല. അയാൾ അവനെ കയ്യാമം വെക്കാനൊരുങ്ങി. അപ്പോഴാണ് അവനൊരു ബുദ്ധി തോന്നിയത്. പഞ്ചാരമണലിൽ വീണ് കിടന്ന തൻ്റെ തൊപ്പി ചൂണ്ടി അവൻ നീതിപാലകനോട് ചോദിച്ചു. ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു യജമാനനെ. ഞങ്ങൾ വഴക്കു കൂടിയപ്പോൾ ഞാൻ എൻ്റെ പാഠപുസ്തകം എറിഞ്ഞാണ് ഇവനെ വീഴ്ത്തിയത്. ഈ പാഠപുസ്തകം തൊണ്ടി മുതലാണ്. മനഃപൂർവ്വമല്ലെങ്കിലും ഇങ്ങനെ ഒക്കെ സംഭവിച്ചതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. അങ്ങയുടെ കൂടെ വന്ന് എൻ്റെ തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. അങ്ങനെ കയ്യാമം വെക്കും മുൻപ് ആ കിടക്കുന്ന തൊപ്പി ഞാനൊന്നെടുത്ത് തലയിൽ വെച്ചോട്ടെ. കുഞ്ഞൂട്ടൻ്റെ സംസാര രീതി നീതിപാലകന് ഇഷ്ടപ്പെട്ടു. അയാൾ അവനെ അനുവദിച്ചു. ആ അവസരം അവനൊട്ടും പാഴാക്കിയില്ല. മുന്നോട്ട് ചെന്ന് കൂർപ്പൻ തൊപ്പി കുനിഞ്ഞെടുത്തു. അവൻ അത് തലയിൽ വെക്കാതെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അവൻ ഒറ്റയോട്ടം. നീതിപാലകൻ അത് കണ്ട് അമ്പരന്ന്. തന്നെ കബളിപ്പിച്ച മരപ്പാവയെ വെറുതെ വിടാൻ അയാൾ തയ്യാറായില്ല. തൻ്റെ കൂടെയുണ്ടായിരുന്ന ഉശിരുള്ള ചെമ്പന്നായെ തുടലൂരിവിട്ട് അയാൾ ആക്രോശിച്ചു. വേഗം ചെല്ല്. ആ കുരുത്തം കെട്ട മരപ്പാവയെ എത്രയും വേഗം പിടികൂടി എൻ്റെ മുന്നിൽ കൊണ്ടുവാ. ചെമ്പന്നായ ഒന്ന് കുരച്ചു അവന് പിന്നാലെ പാഞ്ഞു. പിടികിട്ടിയാൽ തന്നെ പറ്റിച്ചു മുങ്ങാൻ ശ്രമിച്ച കുറ്റം കൂടി അവനുമേൽ ചുമത്തണമെന്ന് നീതിപാലകൻ മനസ്സിലുറപ്പിച്ചു. നായ അവനെയും കൊണ്ടുവരുന്നതും കാത്ത് അയാൾ അവിടെ അക്ഷമനായി ഇരുന്നു.